പണ്ടൊരു സ്ത്രീ ഒരു സന്യാസിയോട് ചോദിച്ചു, നിമ്മതിയ വാഴാൻ എന്നെ പണ്ണണമെന്ന്. സ്വാമിജി പറഞ്ഞു, സത്തു പോണമെന്ന്. അതായത് സമാധാനത്തോടെ ജീവിക്കാൻ എന്ത് ചെയ്യണം? സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ചത്തു പോകണമെന്നാണ് സ്വാമിജി പറഞ്ഞത്. കാരണം ജീവിതം പ്രശ്ന സങ്കീർണമാണ്. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാതെ ഒരു കാലെടുത്ത് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം എൻ്റെ ചുറ്റും നോക്കൂ, നല്ല പാറക്കൂട്ടവും വെള്ളവും. താഴെ വീണ അപകടമാണ്. ഇവിടെ ഇരുന്നാൽ തെന്നി വീണാലും അപകടമാണ്. ഇനി വല്ല പുലിയോ കടുവയോ അതിൻ്റെ പുറകിൽ വന്നാലും അത് അപകടമാണ്. ഇതെല്ലാം നമ്മുടെ ചുറ്റും ഉണ്ട് അപകടം. ഈ അപകടത്തിൻ്റെ ഇടയിലൂടെയുള്ള ഒരു യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. അതിനൊരു ധൈര്യം വേണം. ആ ധൈര്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ മക്കൾക്ക്? അടച്ചുപൂട്ടിയ മുറിയിലും സ്കൂൾ ബസ്സിൽ കയറ്റി നേരെ സ്കൂളിൽ കൊണ്ട് ഇറക്കി വിടുക, പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രം കൊടുക്കുക. അവർക്ക് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയാണ്. ഒരു സൈക്കിളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടി അവൻ്റെ മുന്നിൽ വരുന്ന പട്ടിയും പൂച്ചയും മറ്റു വണ്ടികളൊക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് കണ്ട് അതിനെ അതിജീവിക്കാൻ പഠിക്കുക ചെയ്യുക. ഇതൊന്നുമില്ലാതെ ഇങ്ങനെ അടച്ചുപൂട്ടി വളർത്തി കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ തോറ്റുപോകും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം വരുത്തേണ്ടത് നാടും നാട്ടുകാരെയും ചുറ്റുപാടൊക്കെ അറിഞ്ഞ് വളരാൻ മക്കളെ പഠിപ്പിക്കുക. ഈ ഒരു അധ്യയന വർഷത്തിൽ അതിനുള്ളൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബി ഹാപ്പി.